ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ചിലരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഏത് മലയാളി ഇപ്പോൾ ആദ്യം പറയുക? കൊല്ലത്ത് നിന്ന് വിജയിച്ചു പോയിട്ടുള്ള NK പ്രേമചന്ദ്രൻ്റെ പേര് തന്നെയായിരിക്കും. അപ്പോൾ ചോദിക്കും, പ്രഗത്ഭനായ വിശ്വപൗരൻ ഉണ്ടല്ലോ എന്ന്. വിശ്വപൗരൻ്റെ വഴി മറ്റൊന്നായിരിക്കും. NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു നേതാവാണ്. ശശി തരൂർ എന്ന് പറയുമ്പോൾ അതൊരു വരേണ്യവർഗത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ആ വരേണ്യവർഗത്തിൽ തന്നെ നിൽക്കുകയാണ്. നയതന്ത്ര കാര്യങ്ങളിൽ വിദഗ്ധനാണ്. അക്കാര്യത്തിൽ അഭിപ്രായ ഭേദത്തിന് ഇടയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി വിട്ട ഒരു ടീമിൻ്റെ തലവനാക്കിയതും അവിടെ ഉഗ്രമായ വിജയത്തിലേക്ക് കടന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നന്നായി പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ള കൃത്യം തീർത്തിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു MP ആണ് NK പ്രേമചന്ദ്രൻ. ഏത് ബില്ലിനെ കുറിച്ചും കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദിക്കും, ഇതിനു മുമ്പും മറ്റു പാർലമെന്റേറിയന്മാരില്ലേ? ഉണ്ടായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ, നീലലോഹിതദാസൻ നാടാര്, അതുപോലെ തന്നെ സുരേഷ് കുറുപ്പ്, ഇവരെല്ലാം തന്നെ മികച്ച പാർലമെന്റേറിയന്മാർ ആയിരുന്നു എന്നുള്ളത് അക്കാലത്ത് പ്രധാനമന്ത്രി പോലും സമ്മതിച്ചിട്ടുള്ളതാണ്. NK പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേമചന്ദ്രനെ വിളിച്ചത്, വാ നമുക്കൊരു ചായ കുടിക്കാം ക്യാൻറ്റീനിൽ പോയി എന്ന്. എന്തുകൊണ്ട് വിളിച്ചു? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് വിളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പോയിരിക്കണം. എന്തുകൊണ്ട് A.A. റഹീമിനെ വിളിച്ചില്ല? NK പ്രേമചന്ദ്രൻ എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്നു, A.A. റഹീം എവിടെ നിൽക്കുന്നു? A.A. റഹീം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള സംസാരമാണെന്നും ഒക്കെ കൃത്യമായി നമ്മൾക്കറിയാവുന്നതാണ്. NK പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ ഒന്നാണ്, രാഹുൽ ഗാന്ധി ഇത് കേൾക്കണ്ട എന്ന്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ജമ്മുവിനെയും കാശ്മീരിനെയും കുറിച്ച് കള്ളവും വ്യാജവും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് ഖേദകരമാണ്. പാകിസ്ഥാൻ പരിശീലനം നൽകി സ്പോൺസർ ചെയ്ത ഭീകരവാദികൾ കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തി. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കയ്യേറിയ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 കുറിച്ച് എന്തുകൊണ്ട് അത് റദ്ദ് ചെയ്യുന്നത് ഗുണം ആണ് എന്നുള്ളത് പ്രേമചന്ദ്രൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. മോദിയുടെ നിലപാടുകളെയാണ് ലോകത്തിനു മുമ്പിൽ NK പ്രേമചന്ദ്രൻ ശരിവെച്ചിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയനാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമുക്കതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രധാനമന്ത്രിയുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായി. ഇത് ഇദ്ദേഹത്തെ BJP-യിലേക്ക് പോകുന്നു, BJP ആണ് എന്നൊക്കെയുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാനിടയായി. കൊല്ലത്ത് ഹൈവേ തന്നെ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് NK പ്രേമചന്ദ്രൻ തീർച്ചപ്പെടുത്തിയത് നരേന്ദ്രമോദിയെയാണ്. അതും ഉടനെ തന്നെ പ്രേമചന്ദ്രനെ BJP-ക്കാരനാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ലോകം മുഴുവൻ നല്ല രീതിയിൽ തന്നെ അറിയിക്കുക എന്നുള്ളതാണ്. NK പ്രേമചന്ദ്രൻ ഒരു RSP-ക്കാരനായി പോയി എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള വിഷമം. RSP അങ്ങനെ മോശം പാർട്ടിയൊന്നുമല്ല. RSPക്ക് ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായരും ബേബി ജോണും
TK ദിവാകരനും RS ഉണ്ണിയും ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. കൊല്ലത്തെ വിറപ്പിക്കുമായിരുന്നു. ഇപ്പോഴോ ചവറ മുതൽ ചവറ വരെയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറി. ആ പാർട്ടിയുടെ ഒരു MP ആണ് NK പ്രേമചന്ദ്രൻ. മറിച്ച് NK പ്രേമചന്ദ്രൻ ഇപ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന പാർട്ടിയിലാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്ന് എവിടെ ഇരിക്കുമായിരുന്നു? ഒരു മന്ത്രി കസേരയിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് NK പ്രേമചന്ദ്രൻ അത്തരത്തിൽ കാണാനാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യവിശദീകരണങ്ങൾക്കായി ഒരു സംഘത്തിന്റെ തലവനായിട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചതിൻ്റെ പേരിൽ തരൂരിന് കേരളത്തിലുള്ളവര് BJP-കാരനായിട്ട് ചിത്രീകരിച്ചു. BJP-യിലേക്ക് പോകുന്നു, തിരുവനന്തപുരത്ത് പാർലമെന്റ് MP സ്ഥാനം രാജിവെക്കുന്നു, ഇനി അദ്ദേഹം BJP-യുടെ മന്ത്രിയാകുന്നു, ഉപരാഷ്ട്രപതിയാകുന്നു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടായല്ലോ. എന്തായാലും ഈ ശശി തരൂർ അതിനൊന്ന് വഴിവെച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ മികച്ച ഒരു പാർലമെന്റേറിയനായിട്ടുള്ള NK പ്രേമചന്ദ്രനും ആ വഴി പോകണം. അതാണ് വേണ്ടത്. ഇപ്പൊ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് NK പ്രേമചന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിലെ മറ്റ് MP-മാർ ഇത് കണ്ടുപഠിക്കണം. വർഷങ്ങളായിട്ട് വിജയിച്ചു പോകുന്ന കുറെ MP-മാരുണ്ടല്ലോ. മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എത്ര തവണയായിട്ട് 8 or 9 തവണയായി കഴിഞ്ഞു. ഓരോ തവണ വരുന്നുടനും ഞാൻ ഇല്ല എന്ന് പറയും, സമയമാവുമ്പോൾ വീണ്ടും വേഷം കെട്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള MP-മാരെ അവിടെ നിന്ന് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ആ MP-മാര് NK പ്രേമചന്ദ്രന്റെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കണം. എല്ലാവിധ അടവുകളും നോക്കിയല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 2014 പരനാറി പ്രയോഗം നടത്തി, 2019 പരനാറി പ്രയോഗം ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തു പറ്റി? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി താഴേക്ക് പോയി പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കുതിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ 80ാമത്തെ പൊതുസഭയില് ഭാഗമായ ചർച്ചയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചതോടുകൂടി ഏറ്റവും വലിയൊരു ദേശസ്നേഹിയായിട്ട് പ്രേമചന്ദ്രൻ മാറുകയാണ്. ഇവിടെ വരുമ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ VD സതീശനെയോ ഒന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ശശി തരൂർ ഇത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കനിമൊഴി പോയി, ആ വിദേശത്തേക്കുള്ള ആ ടീമിൽ പോയിരുന്നു. ET മുഹമ്മദ് ബഷീർ പോയിരുന്നു. അവരെല്ലാം പോയി ഇന്ത്യക്കെതിരെ അല്ല പറഞ്ഞത്, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. തരൂർ തന്നെ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ നിന്ന് വരുന്ന ഞാൻ അവിടുത്തെ പാർലമെന്റിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതേ സ്വരമാണ് NK പ്രേമചന്ദ്രനും ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തിയത്. അവിടെ നിന്ന് ഉയർന്ന ശബ്ദം ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന വേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധി കേൾക്കണം, കാണണം. അങ്ങനെയെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടായാൽ നന്നായിരിക്കും. NK പ്രേമചന്ദ്രനെ വേണം ഈ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് MP-മാര് കണ്ടുപഠിക്കേണ്ടത്. അതാണ്. എന്തായാലും കേരളത്തിന് അഭിമാനിക്കാം. ഐക്യരാഷ്ട്രസഭയിലെ 80ാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞതിലും പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാൻ സാധിച്ചതിലും ഏത് മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.